ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി കൊണ്ടു നടക്കുന്ന ഒരു ടെക് ബാഗും അതുപോലെ തന്നെ കുട്ടി ബാഗും അതുപോലെ തന്നെ ഡെയിലി ഗാഡ്ജറ്റ്സുകളാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 2026 എഡിഷനാണ് നമ്മളിപ്പോൾ റിലേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സുകളുടെയും അതുപോലെ തന്നെ ടെക് ബാഗുകളുടെയും ട്രാവൽ ടെക് ബാഗുകളുടെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നോർമൽ ഡെയിലി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് ഇതുണ്ട്. ഗിയറിൻ്റെ ഒരു സ്ലിംഗ് ബാഗാണ് ഇതിൻ്റെ പേര്. ഗിയറിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല. ആമസോണിൽ വാങ്ങിച്ചാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ സ്ലിംഗ് ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗിയറിൻ്റെ തന്നെ ഞാൻ സെപ്പറേറ്റ് 45 ലിറ്ററിൻ്റെ ഒരു ബാക്ക് പാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വലുത്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബാഗ് കാണിച്ചാൽ വേണ്ടി ഇതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റിക്കുകയാണ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ നമ്മുടെ ലാപ്ടോപ്പ് വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. 15.6 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് വരെ വെക്കാം. പിന്നെ അതിൻ്റെ കേസും കേബിളുകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഇവിടെ ഒരു മോഡുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു സെപ്പറേറ്റ് അറകൾ വരുന്നുണ്ട്, ഇവിടെ സംഭവങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള നമ്മുടെ ട്രോളിലും സംഭവത്തിലൊക്കെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ അറയും വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ ലാപ്ടോപ്പ് പവർ ബാങ്ക്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൊണ്ടു നടക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സാധനത്തിൻ്റെ ഫ്രണ്ട് നമുക്ക് സൂട്ട് കേസ് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം കണ്ടു. അതാണ് അതിൻ്റെ ഒരു മെച്ചം. നമുക്ക് സാധനങ്ങൾ എടുക്കാനും സംഭവമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലാപ്ടോപ്പ് സ്ലിംഗ് ബാഗ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം കേട്ടോ. ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് മോട്ടോബോക്സ് 60 ആണ്. ഒരു കുട്ടി ലാപ്ടോപ്പാണ്, 14 ഇഞ്ചിൻ്റെ. ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ട്, റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 മാസം ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ കൊണ്ടുപോകാറുണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ടാബായിട്ട് നമ്മുടെ ഷോമി പാഡ് 8 ആണ് ഉപയോഗിക്കുന്നത്, ഇൻക്ലൂഡിങ് വിത്ത് അവരുടെ കേസ് കീബോർഡായിട്ട് വരുന്ന സാധനം. പിന്നെ ഉപയോഗിക്കുന്നതാണ് റേബാൻ്റെ മെറ്റാ ഗ്ലാസ് ട്രാൻസിഷൻ മോഡൽ. ഇത് ഞാൻ മിക്കവാറും കൊണ്ടുപോകാറുണ്ട്. പിന്നെ 2 സ്മാർട്ട് വാച്ച് കൊണ്ടുപോകാറുണ്ട്. ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാച്ച് ക്ലാസിക് ആണ്. പിന്നെ CMF വാച്ച് 3 Pro ആണ്. ചില സമയത്ത് നമ്മൾ G-Shock ഉപയോഗിക്കാറുണ്ട്. G-Shockൻ്റെ മഡ് മാസ്റ്ററും ഉപയോഗിക്കാറുണ്ട്. അതിങ്ങനെ മാറ്റി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫോൺ നോർമലി ഞാൻ 2 കൊണ്ടുപോകാറുള്ളൂ. 2 പ്രൈമറി കൊണ്ടുപോകാറുള്ളൂ. ഒരെണ്ണം സാംസങ്, ഒരെണ്ണം X9 ആണ് ഇപ്പോൾ കൊണ്ടുപോകാറുള്ളത്. X300 ഞാൻ ചിലപ്പോഴാണ് കൊണ്ടുപോകാറുള്ളൂ. ഡെയിലി ഈ കുട്ടി ബാഗ് ആകുമ്പോൾ 3 ഫോണും കൊണ്ടുപോകാറില്ല, 2 ഫോണും കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. പക്ഷേ ഒരെണ്ണം എൻ്റെ ഓഫീസ് നമ്പറാണ്, 2 പേഴ്സണൽ, ഒരെണ്ണം ഒഫീഷ്യൽ നമ്പറാണ്. പിന്നെ ഒരു ചാർജേഴ്സ് കൊണ്ടുപോകാറുണ്ട്. ഇതിൽ ഞാൻ ഈ ഒരു ചാർജറാണ് കൊണ്ടുപോകാറ്. GMൻ്റെ ഈ ഡിസ്പ്ലേ വരുന്ന ഒരു 100 വാട്ടിൻ്റെ PD ചാർജിങ് വരുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് 2 Type-C ഉണ്ട്, ഒരു Type-A വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഡെയിലി കൊണ്ടുവന്ന ഗാഡ്ജറ്റ്സ് എന്ന് പറയാനുള്ളത് കുട്ടി ബാഗിൽ. പിന്നെ പവർ ബാങ്കും 2 അല്ലെങ്കിൽ ഒരെണ്ണം, മിക്കവാറും ഒരെണ്ണം കൊണ്ടുപോകാറുള്ളൂ. ഈ ഒരു Pro-Mate കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഫ് കൂളിൻ്റെ 25,000 mAh ജിഗാമാക്സ് മോഡൽ. അതിപ്പോൾ ഞാൻ ആക്ച്വലി എടുത്തിട്ടില്ല, എൻ്റെ എറണാകുളത്തെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നില്ല, കാണിച്ചത് ഞാൻ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഡിസ്പ്ലേ ഒക്കെ വരുന്നൊരു മോഡലാണ്. പിന്നെ ചില സമയത്ത് ക്യാമറാസായിട്ട് ഞാൻ നമ്മുടെ മെയിൻ സോണി ക്യാമറ ഒന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ DJൻ്റെ ചില സമയത്ത് ക്യാമറാസ് കൊണ്ടുപോകാറുണ്ട്. ഇതിൽ മിക്കവാറും ഈ DJൻ്റെ നാനോ കൊണ്ടുവരും, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവരില്ല. ആക്ഷൻ പോക്കറ്റ് 3 ഒക്കെ കൊണ്ടു കിടക്കാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ലെങ്കിൽ സംഭവം കംപ്ലീറ്റ് വരും. അപ്പോൾ പിന്നെ ഒരു മൈക്കും, DJൻ്റെ മൈക്കും. ഇത്രയാണ് ഞാൻ നോർമലി നമ്മുടെ ഈ ക്യാരി ബാഗിൽ കൊണ്ടുപോകാറുള്ളത്. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. മെയിൻ സംഭവം എന്ന് പറഞ്ഞു. ഒരു മൈക്ക്, ഞാൻ പറഞ്ഞു മൈക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TWS കൊണ്ടുപോകാറുണ്ട്. ഈ ഹെഡ്ഫോൺ കൊണ്ടുപോകാറില്ല, JBLൻ്റെ ഹെഡ്ഫോൺ കൊണ്ടുപോകാറില്ല, TWS കൊണ്ടുപോകാറ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നോർമലി കോൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ റേബാൻ്റെ മെറ്റാൽ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ TWS ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഡെയിലി ക്യാരി ട്രാവൽ ബാഗിൽ കൊള്ളുന്ന ഗാഡ്ജറ്റ്സുകളും സംഭവമൊക്കെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസുകളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിൻ്റെ ലിങ്കാണ്, ആമസോണിൽ ലിങ്ക് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അതൊക്കെ ഞാൻ വാങ്ങിച്ച സംഭവം തന്നെയുണ്ട്. ഫ്രീ കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം ബൈഡ് തന്നെയാണ്. എല്ലാം സ്വന്തം കാശ് കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടെക് ക്രേസി ഉള്ളവർക്കൊക്കെ, നിങ്ങൾക്ക് ഗാഡ്ജറ്റ് ക്രേസി ഉള്ളവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം, മിക്കവാറും നിങ്ങളിപ്പോൾ ഈ പുറത്തത്തെ ടെക് യൂട്യൂബേഴ്സൊക്കെ ചെയ്യാൻ കാണാം. 2026 എഡിഷൻ, അവർ 2025 എഡിഷൻ, 2024 എഡിഷൻ. നമ്മൾ 2025 എഡിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ അല്ല, ഡെയിലി ക്യാരി ചെയ്തിട്ടില്ല, ടെക് ബാഗ് എഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് കണ്ടുപോകുക. അതിൽ നമ്മൾ അത്യാവശ്യം നല്ല പോലെ പ്രോഡക്ട്സ് ഒക്കെ മാറിയിട്ടുണ്ട്, ബാഗ് അടക്കം മാറിയിട്ടുണ്ട്.
ഇതിലും ഡെയിലി ഗാഡ്ജറ്റ് ഞാൻ ഡെയിലി ക്യാരി ബാഗ് സ്ലിംഗ് ബാഗ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ കൊല്ലം തൊട്ടാണ് ഈ പരിപാടി ഡെയിലി ക്യാരി ഒരു സ്ലിംഗ് ബാഗ് ആക്കിയത്. ഇതൊക്കെ എല്ലാം ബഡ്ജറ്റ് കാറ്റഗറി ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അല്ലാണ്ട് ഹെവി സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഗിയറിൻ്റെ ബാഗാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 റേഞ്ചിലൊക്കെയാണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് കൊടുത്ത് നോക്കിയേക്കാം. പ്രൈസ് വാരിയും ആണല്ലോ, അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത് കാണാം.